എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് BJP പ്രതിനിധിയാണ്. അങ്ങനെ കേവലം ഒരു BJP പ്രതിനിധിയല്ല, തിരുവനന്തപുരം നഗരസഭ കാഞ്ഞിരംപാറ വാർഡിലെ സിറ്റിംഗ് കൗൺസിലറാണ്. അതേ വാർഡിൽ തന്നെ വീണ്ടും തുടർ സ്ഥാനാർത്ഥിയാണ്. ഒരു ജനറൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് സുമി ബാലുവാണ് കൂട്ടിയുള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്തൊക്കെയായി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ? സിറ്റിംഗ് വാർഡിൽ തന്നെ മത്സരിക്കുകയാണ്. BJPയുടെ കൗൺസിലർ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയായി വിജയ പ്രതീക്ഷകളുണ്ടോ? എന്തൊക്കെയായി തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ? ഭാരതീയ ജനതാ പാർട്ടി നിരവധി കൂടിയാലോചനകളിലൂടെയും വിലയിരുത്തലുകളിലൂടെയൊക്കെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വാർഡിലും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും വോട്ടേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം അനുസരിച്ച് വിജയസാധ്യത കൂടുതലുള്ള ആൾക്കാരെ ആയിരിക്കും ആ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാഞ്ഞിരംപാറ വാർഡിൽ കൗൺസിലർ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷവും ഞാൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും എന്നെ സിറ്റിംഗ് സീറ്റിൽ ജനറൽ വാർഡായിട്ട് പോലും സ്ഥാനാർത്ഥിയായിട്ട് എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടി എന്നിൽ തന്ന ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞ ഏതൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. വിജയ പ്രതീക്ഷയിലാണ് എന്തായാലും 100%. സത്യത്തിൽ ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ ചർച്ചകൾ നമ്മൾ ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ ഉറപ്പായും പിടിക്കുമെന്ന് വിചാരിച്ചത് 2 കോർപ്പറേഷൻ, ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്. വളരെ എനിക്കറിയാം മാം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ ഉണ്ടായിരുന്നു. എന്തായാലും മാത്രമല്ല, കേരളത്തിലെ വോട്ട് വിഹിതത്തിൽ BJPക്ക് വലിയ തോതിലുള്ള വളർച്ചയുമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലാണ് തിരുമല അനിൽ, നിങ്ങളുടെ ഒരു കൗൺസിലർ കൂടിയാണ്, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രചരണത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത് പോലെയായിരുന്നു BJPക്കെതിരെ സംസാരിച്ചുകൊണ്ട് തിരുമല അനിലിന്റെ ആത്മഹത്യ. അപ്പം അങ്ങനെ ഒരു കാര്യമൊക്കെ BJPയെ തിരിച്ചടി, അല്ലെങ്കിൽ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് തിരിച്ചടി ഉണ്ടാകുമോ? തിരുമല അനിച്ചേട്ടൻ്റെ മരണം സംഘടനാപരമായും എനിക്ക് വ്യക്തിപരമായും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ ദുഃഖം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് തന്നെ, ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഈ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരുപാട് അഴിമതികളും വിവേചനപരമായ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തുമാത്രം അഴിമതിയും വിശ്വാസവഞ്ചനയും ഒക്കെ ഈ ഭരണസമിതി കാണിച്ചിട്ടുണ്ടായിരിക്കും. മുൻകാലഘട്ടത്തിൽ ഒത്തിരി അഴിമതി കേസുകൾ കഴിഞ്ഞ 5 വർഷവും കൊണ്ട് ഒരുപാട് അഴിമതി കേസുകൾ BJP കൗൺസിലർമാർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കെട്ടിട നികുതി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 30 ദിവസത്തോളം BJPയുടെ 35 കൗൺസിലർമാരും തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ സമരം ചെയ്തു. അതിൽ 10 ദിവസവും നിരാഹാര സമരമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്ന് ആ തട്ടിപ്പ് നടത്തിയ ശാന്തി എന്ന ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കേസുകൾ, അഴിമതി കേസുകൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ BJP കൗൺസിലർമാർക്ക് സാധിച്ചു. ഇതെല്ലാം ജനങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വരുമെന്നുള്ളത്. അതായത് കോർപ്പറേഷൻ പിടിക്കും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. കോർപ്പറേഷൻ പിടിക്കും. കാരണം ജനങ്ങൾ എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും വിവേചനപരമായ പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് BJP അധികാരത്തിൽ വരും. മാറാത്ത കാര്യങ്ങളെല്ലാം ഇനി മാറും. തീർച്ചയായിട്ടും. ഈ ഭരണത്തിൽ താങ്കൾ കൗൺസിലർ ആവുന്നു, പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് അധികാരത്തിൽ ഉണ്ടാവുക. ഇതവണ അത് ഭരിച്ചത് LDF മുന്നണിയായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ കീഴിലായിരുന്നു ഭരണസമിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എൻ്റെ അമ്മ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഭരണസമിതി വ്യത്യസ്തമായിരിക്കുകയും മെമ്പർ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഭരണസമിതി ഈ അവരുടെ പാർട്ടികളല്ലാത്ത കൗൺസിലർമാരോട് പെരുമാറുന്നതെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. സ്വാഭാവികമായും ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ താങ്കളും കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഭരണസമിതി LDF ആയിരിക്കുകയും താങ്കൾ BJPയുടെ ഒരു പ്രതിനിധി ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ കൗൺസിലർ ആയിരിക്കുന്ന ഘട്ടത്തിൽ? അതൊക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടോ? പ്രത്യേകിച്ച് എല്ലാ അർത്ഥത്തിലും നല്ല ഭരണമായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്നും, അതുപോലെ തന്നെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പുരസ്കാരം ലഭിച്ചു ആര്യ രാജേന്ദ്രൻ. അതൊക്കെ നമ്മൾ മറുനാടൻ മലയാളി പൂർണ്ണമായും അർത്ഥത്തിൽ പൊളിച്ചു കളഞ്ഞിരുന്നു ആ വാർത്ത അപ്പോൾ തന്നെ. അത് കൃത്യമായ ആളുകൾക്ക് പണം കൊടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അവാർഡാണെന്നുൾപ്പെടെ. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ഒരു വ്യത്യാസമുണ്ടല്ലോ, ഭരണസമിതിയും കൗൺസിലർ വ്യത്യസ്തമായ ഒരു പാർട്ടിയിൽ നിന്നാകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? യുവത്വത്തെ പ്രതിനിധീകരിച്ച്
ഒരു വനിതാ പ്രതിനിധി വന്നപ്പോൾ ഏറെ സന്തോഷവും അതിലേറെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസം കൊണ്ട് തന്നെ ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുനിരത്തിൽ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ആ അഴിമതി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് നിരവധി അഴിമതി കേസുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കൗൺസിലർമാരോട് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, മുതിർന്ന കൗൺസിലർമാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, ഇതൊക്കെ കഴിഞ്ഞ 5 വർഷവും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയത് നമ്മുടെ CPM-ന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിരുന്നു മേയർ എന്ന് തോന്നിയിട്ടുണ്ട്. AKG സെന്ററിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളായിരുന്നു പിന്നെ ആര്യ രാജേന്ദ്രൻ. അത് മേയർ ആര്യ രാജേന്ദ്രൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു പോസ്റ്റ് വരികയാണ്. അതായത് തിരുവനന്തപുരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായതുകൊണ്ടും മാതൃകാപരമായതുകൊണ്ടും ഞങ്ങളെ ആദരിക്കാൻ വേണ്ടി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ലഭിച്ചു. അത് ഇന്നയിടത്ത് ബ്രിട്ടനിലെ അവരുടെ ഇതെടുത്തു നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് വരുന്നു. ഈ പോസ്റ്റ് വന്നപ്പോൾ ആദ്യം തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2.5 വർഷമായി താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. സ്വാഭാവികമായും ഞാൻ ആര്യരാജേന്ദ്രന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികം നമ്മൾ തിരക്കി മറുനാടൻ മലയാളിയാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ഇതൊരു സ്പോൺസേഡ് അവാർഡായിരുന്നുവെന്നും നികുതി പണം എടുത്തുകൊണ്ട് ആ പണം ഉപയോഗിച്ച് ഫ്ലൈറ്റ് പിടിച്ചു പോവുകയും ആ CPM-ന് കിട്ടിയ അവാർഡും അവിടുത്തെ സ്വകാര്യ വ്യക്തികൾ, മലയാളികളായ സ്വകാര്യ വ്യക്തികൾ കൊടുത്ത അവാർഡാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇതിന്റെ ഒരു പാർട്ടായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തിന്റെ പാർട്ടായി നിൽക്കുന്ന എന്നാൽ വ്യത്യസ്തമായ ഒരു പാർട്ടിയിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് അതിനെ കേട്ടത്, കണ്ടത്, ഞെട്ടിത്തെരിച്ചതെന്നാണ് എന്റെ ചോദ്യം. ഞങ്ങൾ 35 കൗൺസിലർമാർക്ക് നമുക്കൊരു അതിശയമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ചിരിയാണ് ആദ്യം വന്നത്. പിന്നെയാണ് മനസ്സിലായത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അത് പൈസ കൊടുത്ത് വാങ്ങിയ അവാർഡാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് എല്ലാവർക്കും, സാധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ട്. അവരുടെ പൈസ കൊണ്ട് തന്നെ, അവരുടെ പണം കൊണ്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങിയ അവാർഡാണ് ആ അവാർഡ് എന്ന് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന രീതികളിലേക്കൊക്കെ നിങ്ങൾ പോയിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയും കൗൺസിൽ പാർട്ടിയും നിരവധി സമരങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇതിനെല്ലാം പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. BJP ഇത്തവണ ഒരു പ്രകടന പത്രിക, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്തും എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നതെന്നുള്ള പ്രകടന പത്രിക ഇറക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയ പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി അദ്ദേഹം പറഞ്ഞു തന്നെ തിരുവനന്തപുരം വരുന്ന ഒരു അടുത്ത വർഷം, അത് 2030 ശേഷമാണ്, ഒളിമ്പിക്സിന്റെ ഒരു വേദിയാകാൻ തിരുവനന്തപുരം പോകുന്നൊരു വലിയ വാഗ്ദാനം. അതൊരു നിസ്സാരപ്പെട്ട വാഗ്ദാനമല്ല. നമ്മൾ മെട്രോ തിരുവനന്തപുരത്തേക്ക് വരുമെന്നോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ഇടതുപക്ഷ പാർട്ടികൾ പറഞ്ഞ കേരയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പോലെ നമുക്കത്ര വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അതിശയോക്തി ഇല്ലേ അതിൽ? ഒരു പുറമേ നിന്നൊരു നോക്കുന്ന ഒരു സാധാരണ വ്യക്തി അത് വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്യുമോ? ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്തിനാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്? പിന്നീട് നല്ല രീതിയിൽ ജീവിക്കാനും നല്ല ജോലി കിട്ടി നല്ല സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു വ്യക്തിയായി വളരാനാണ് നമ്മൾ ആദ്യമേ തന്നെ ബേസിക്കലി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടിയെ വളർത്തുന്നത്. രാജീവ്ജിയും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. 2036 ഇന്ത്യക്ക് ഒളിമ്പിക്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരമായിരിക്കും. അപ്പോൾ അത്രയും നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാക്കി കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ മാറ്റും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത്തരത്തിലൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ മാറ്റം, ഇതിപ്പോൾ താങ്കൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ തരത്തിലൊരു മാറ്റമായിരിക്കും ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടാകും? അത്തരത്തിലുള്ള ഒരു വളർച്ച എന്തൊക്കെയായിരിക്കും? തിരുവനന്തപുരം നഗരസഭയിൽ വീട് ഇല്ലാത്ത എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഡ്രെയിനേജ് സംവിധാനം, കുടിവെള്ള സംവിധാനം, മാലിന്യ സംസ്കരണം, അതോടൊപ്പം തന്നെ തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നും ശാശ്വത പരിഹാരവും അതിന് ഉള്ള ഒരു ഷെൽട്ടറും, അതോടൊപ്പം തന്നെ ആറ്റുകാൽ ദേവീക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, വെട്ടുകാട് പള്ളി, ഭീമാപള്ളി, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രം, അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു ജനപ്രതിനിധിയെ അളക്കുന്നത് അയാൾ എന്ത് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ താൻ പ്രതിനിധീകരിക്കുന്ന സഭയോ വാർഡോ അതെന്തും ആയിക്കോട്ടെ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ ചെയ്തു എന്നും ഇനി എന്തൊക്കെ ചെയ്യാൻ താൻ പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കിയ ഒരു കൗൺസിലർ കൂടിയാണ് താങ്കൾ. ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായി വാർഡ് തല പ്രകടന പത്രിക കൂടി താങ്കൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറയും, എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകും?
കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷൻ ഫണ്ട് അതിനുപരി ഒരുപാട് കാര്യങ്ങൾ വാർഡിൽ ചെയ്യാൻ പറ്റി. കൂടുതലും വിദ്യാഭ്യാസ മേഖലയിലാണ്. എൻ്റെ വാർഡിൽ കാഞ്ഞിരമ്പാറ LPS എന്ന് പറയുന്ന ഒരു സ്കൂളാണുള്ളത്. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി എല്ലാ വർഷവും കഴിഞ്ഞ 5 വർഷവും കുട്ടികളുടെ പഠനോപകരണങ്ങൾ കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ മൊബൈൽ ഫോൺ, കൊറോണ സമയത്ത് മൊബൈൽ ഫോണുകൾ എത്തിക്കാൻ 25ഓളം മൊബൈൽ ഫോൺ എത്തിക്കാൻ സാധിച്ചു, ലാപ്ടോപ്പ്, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഓണത്തിന് ഒരു വർഷം പോലും മുടങ്ങാതെ 500 പേരിൽ കൂടുതൽ ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ. എൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതലായി എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് 56 പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആസാദിക്ക അമൃതോത്സവം എന്നതിൻ്റെ ഭാഗമായിട്ട് 75 കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ്. പക്ഷേ 56ഓളം പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ആനുകൂല്യങ്ങൾക്ക് പുറമേ ചെയ്തു. കോർപ്പറേഷൻ നമുക്ക് വളരെ തുച്ഛമായ ഫണ്ടാണ് ഒരു വാർഡിൽ കിട്ടുന്നത്. ഒരു വാർഡിൽ 80 ലക്ഷം രൂപ. ആ 80 ലക്ഷം രൂപ വെച്ച് വാർഡിലെ ഏകദേശം വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഓൺ ഫണ്ട് മാക്സിമം കിട്ടാനുള്ളതെല്ലാം ചോദിച്ചിട്ടുണ്ട്. കിട്ടിയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ടും ജനങ്ങളെ അറിയിക്കാം. ഞാൻ 5 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് എൻ്റെ വാർഡിലെ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഞാനൊരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷവും കൗൺസിലർ ആയതിനു ശേഷം അടുത്ത 5 വർഷവും എൻ്റെ വാർഡിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം എനിക്കുണ്ട്. അത് ജനങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അതും ഒരു ബുക്ക് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. സ്വതവേ അങ്ങനെ BJP അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ വരുന്നതേ ഉള്ളൂ. വോട്ട് ശതമാനമൊക്കെ കൂടുന്നുണ്ട്. ഒന്നെങ്കിൽ ഇടതിനെ മടുത്താൽ വലത് എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം. എന്തുകൊണ്ട് ആളുകൾ BJPക്ക് വോട്ട് ചെയ്യണം? എന്തുകൊണ്ട് NDA വിശ്വസിച്ചുകൂടാ? കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയല്ലേ. നമ്മുടെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് NDA അല്ലേ. ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇടതിനും വലതിനും ഒക്കെ ഒറ്റക്കെട്ടായി ആണ് കേരളം കഴിഞ്ഞാലുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം നിർമ്മിച്ച സ്മാർട്ട് സിറ്റി റോഡുകൾ ഒരിക്കലും അതിനി കുഴിക്കേണ്ടി വരില്ല എന്നാണ് മന്ത്രി ഒരു സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ആ റോഡുകൾ കുത്തിക്കുഴിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ, സാധാരണക്കാർ മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ NDA തന്നെ ഭരണത്തിൽ വരും. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറാത്തത് ഇനി മാറണം എന്നുള്ള ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് NDA ഭരണത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും സുമി ബാലു വളരെ കോൺഫിഡൻ്റ് ആണ്. കൃത്യമായ നിശ്ചയബോധമുണ്ട്. എന്താണ് ചെയ്തതെന്നും അറിയാം, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ധാരണയുണ്ട്. NDA അധികാരത്തിൽ വരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കോർപ്പറേഷൻ പിടിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. നമസ്കാരം.